ഹായ് ഫ്രണ്ട്സ്, ഗോൾഡിൻ്റെ മറ്റൊരു ടെക്നിക്കൽ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ വ്യൂ എന്താ നമുക്ക് നോക്കാം. ഗോൾഡ് കറൻ്റ് ഇതാ നമ്മൾ പറഞ്ഞ അതായത് കഴിഞ്ഞ വീക്ക് മൊത്തം നിന്നിരുന്ന ഒരു റെസിസ്റ്റൻ്റ്, അതായത് ഏരിയ ഒരു ഷെയ്ഡ് വേസ് കളിച്ചിരുന്ന ഒരു ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഏകദേശം ഇപ്പോൾ ഒരു റെസിസ്റ്റൻ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയ കറൻ്റ് നോക്കുമ്പോൾ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് എന്താവും ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ. പിന്നെ ഇവിടെയാണ് 2730 ഉള്ളിലാണ് പിന്നെ അടുത്തെന്ത് റെസിസ്റ്റൻ്റ് ഏരിയ വരുന്നത്. മാർക്കറ്റ് എന്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും, ഇനി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ബൈയിലേക്ക് കയറും. ഈ ഒരു ഏരിയ 2730-40 ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും വീണ്ടും അടുത്ത ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് മാർക്കറ്റിലുള്ളത്. കറൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു നമ്മളെ അന്ന് കഴിഞ്ഞ അനാലിസിസ് വീഡിയോ നമ്മൾ സൂചിപ്പിച്ച പോലെ എന്താണ് മാർക്കറ്റ് നല്ലൊരു റിജക്ഷനാണ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് തന്നത്. നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബുള്ളിഷ് ട്രെൻഡ് മാർക്കറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു മൂവാണ് മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ് കാണുന്നത്. മേ ബി ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താണോ റിജക്റ്റ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി മൊത്തം ഒന്ന് ഗ്രാബ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇതിപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു റീസൺ വെച്ചാൽ ചൈന എന്താണ് ഗോൾഡ് വീണ്ടും ബൈ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ന്യൂസും കാര്യങ്ങളും മാർക്കറ്റിൽ സ്പ്രെഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റോ ഗോൾഡിന് പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെൻറ്റോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കാണാൻ കഴിഞ്ഞത്.